Okay, friends, next question. Sumi and Mini are partners sharing profits in the ratio of 3:2. Their capital stood at 50,000 and 30,000 respectively. As per the deed, interest on capital is payable at 6% per annum. Then Mini is entitled to an annual salary of 2,500. The firm has reported profit of 12,500 before charging interest on capital and after charging Mini's salary for the year ending 31st March 2009. Then you have to provide a provision towards manager's commission at 5%. Okay. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവരുടെ പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്ന ഇൻഫർമേഷൻ ആണ്. 12,000 പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ ആഫ്റ്റർ ചാർജിങ് മിനി സാലറി എന്ന് പറയുന്നു. സോ നമുക്ക് എപ്പോഴും അപ്രോപ്രിയേഷനിലേക്ക് വേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ചാർജിങ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും ചാർജ് ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മിനിയുടെ സാലറി അതിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിലേക്ക് ആഡ് ബാക്ക് ചെയ്യണം ഫോർ ഹാവിങ് റിയൽ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. സോ ഇവിടെ ബിസിനസ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ദാറ്റ് ഈസ് 12,500. ഓക്കെ. സോ ഫോർ ഗെറ്റിംഗ് ട്രൂ നെറ്റ് പ്രോഫിറ്റ് യു ഹാവ് ടു ആഡ് ബാക്ക്. ഏത് ആഡ് ബാക്ക് ചെയ്യണം? അതായത് മിനിയുടെ സാലറി ദാറ്റ് ഈസ് 2,500. ഓക്കെ. സോ ഇത് ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15,000 സാലറി കിട്ടും. ഓക്കെ. സോ അപ്രോപ്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന 15,000 സാലറിയുമായിട്ടാണ്. ഓക്കെ. നമുക്ക് ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് കടക്കാം. സോ ദിസ് ഇസ് എ ഫോർമാറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ. ഇറ്റ് ഹാസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ദെൻ നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പം നമ്മൾ റെഫർ ചെയ്തു നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ. സോ ദറ്റ് ഈസ് കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദറ്റ് ഈസ് 15,000. 12,500 എങ്ങനെ 15,000 ആയി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നമ്മളോട് പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടു പേർക്കും ഉണ്ട്. ഇൻ കേസ് ഓഫ് സുമി, it will be 50,000. Okay, 50,000 into 6%. So this will give 3,000. Okay. In case of mini, it will be 30,000 into 6% is equal to 1,800. Okay. അപ്പോൾ രണ്ടും കൂടെ വരുന്ന സമയത്ത് 4,800 ഇവിടെ ഡെബിറ്റ് ചെയ്യുക. ദെൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഓക്കെ. മറ്റൊരു ഇൻഫർമേഷൻ ആണ് മിനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് സാലറി ഓഫ് 2,500. സോ നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ ഒന്നുകൂടെ മിനിയുടെ സാലറി ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ. മിനീസ് സാലറി ഈസ് ഈക്വൽ ടു 2,500. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്ന ഇൻഫർമേഷൻ നോക്കാം. ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണിച്ചു. മിനി സാലറി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തു. മറ്റൊരു ഇൻഫർമേഷൻ, യു ഹാവ് ടു പ്രൊവൈഡ് a provision. You have to make a provision towards manager's commission at 5%. 5% endinte 5%? 5% of net profit means 12,500 plus 2,500 വരുന്ന 15,000ന്റെ 5% നിങ്ങൾ പ്രൊവിഷൻ ആയിട്ട് വെക്കണം. ഓക്കെ. സോ നമ്മൾ ഇവിടെ പ്രൊവിഷൻ ഫോർ മാനേജേഴ്സ് കമ്മീഷൻ, ഓക്കെ, is equal to 5% of profit. Okay. So 15,000 into 5%. 5% is equal to 750. അപ്പോൾ നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്യം ഇത് ബാലൻസ് ചെയ്യുക, അതിനുശേഷം വരുന്ന പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലുള്ളത്. സോ ഞാൻ ടോട്ടൽ ചെയ്തു, ഇറ്റ് കംസ് ടു 15,000. ഓക്കെ. സെയിം ടോട്ടൽ എടുത്ത് പ്ലേസ് ചെയ്തു 15,000. ഓക്കെ. ദെൻ യു ജസ്റ്റ് ടേക്ക് ദ ഡിഫറൻസ്. ഓക്കെ. ഈ 15,000 നിന്ന് 4,800 ഡിഡക്ട് ചെയ്യുക, 2,500 ഡിഡക്ട് ചെയ്യുക, 750 രൂപ ഡിഡക്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് 6,950. സോ ഈ 6,950 അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, ഓക്കെ, നമുക്ക് നോക്കാം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. സോ ഓക്കെ, നമുക്ക് ആ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഓൾ ദീസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. നമ്മൾ 6,950 രൂപ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. സോ ദിസ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം.
Okay, this is the format of capital account. So it has two column for Sumi and Mini. Sumi and Mini. So we have to disclose their opening balance on the credit side. Okay, balance brought down. Okay, 50,000 and 30,000. Okay, then ഇവരുടെ capital കൂടുന്ന ഒരു item ആണ് interest on capital. നമ്മൾ calculate ചെയ്ത് വെച്ചതാണ്. It was 3,000 in case of Sumi and 1,800 in case of Mini. Then salary in case of Mini, she got salary of 2,500. So it has to be disclosed on the credit side. Okay, salary. It was 2,500. Okay. Then capital ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, പ്രൊവിഷൻ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരില്ല. ദെൻ ഈ പറയുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഓക്കെ, ഈ 6,900 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കൊണ്ടുവന്നത്. സോ ഈ എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. 4,170 2,780. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് 4,170 2,780. 4,170 2,780. ഓക്കെ, പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഡെബിറ്റ് സൈഡിൽ എഴുതാൻ ഒരു ഐറ്റവും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എടുത്തു 50ഉം 3,053 53ഉം 4ഉം 57 170. In case of Mini, it comes to 37,080 rupees. Okay, same balance എടുത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, 57,170, then 37,080, then നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ 57,170 37,080. സോ ഈ ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, ദിസ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്. Okay, next question. Anil and Sunil commenced business as a partner on 1st April 2008. Anil contributed 1,25,000 and Sunil contributed 75,000 as their share of capital. അവർ രണ്ടുപേരും കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട് ആണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, the partners decided to share profit and losses in the ratio of 2:1. ഇവർ രണ്ടുപേരും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലാണ്. Anil was entitled a salary of 1,500 per month. Okay, and interest on capital be at the rate of 6%. Okay, the drawings of Anil and Sunil for the years were 12,000 and 24,000 respectively. The profit of the firm after providing for Anil's salary and interest on capital were 36,000. Okay, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഡ്രോ അപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദി പാർട്ട്നേഴ്സ് വെൻ ക്യാപിറ്റൽ ആർ ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് ക്യാപിറ്റൽ ആർ ഫിക്സഡ്. നമുക്കറിയാം ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ഡ്രോൺ വൺ അക്കൗണ്ട് ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ദെൻ വെൻ വി ഗോ ഫോർ ക്യാപിറ്റൽ ആസ് പെർ ഫിക്സഡ് you have to draw two account that is called capital account and current account. Okay, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ആസ് പെർ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കടക്കാം. സോ ദിസ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആസ് പെർ ഫ്ലക്ച്വേറ്റിംഗ്. അതുകൊണ്ട് നമ്മൾ ഒരു അക്കൗണ്ട് വരച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, സോ അനിൽ, സുനിൽ, Anil and Sunil. Okay, സോ നമുക്ക് ആദ്യം ഇവരുടെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്, ഇവർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്ന എമൗണ്ട് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 1,25,000 and 75,000. ഓക്കെ, ആ എമൗണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഓൾറെഡി ഉള്ള ബിസിനസ് അല്ല, ഇപ്പം വന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റലാണ്. അതുകൊണ്ട് ഞാൻ ക്യാഷ്, ഓക്കെ, ഇവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഒരാൾ 1,25,000 ആണ്. ഓക്കെ, ദെൻ ഇൻ കേസ് ഓഫ് സുനിൽ ഇറ്റ് വാസ് 75,000. അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 75,000 രൂപയാണ്. ദെൻ മറ്റൊരു ഇൻഫർമേഷൻ, ദി പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്. അനിൽ വാസ് എൻറ്റൈറ്റിൽഡ് എ സാലറി ഓഫ് 1,500 പെർ മന്ത്. അല്ലേ, അതായത് 1,500 രൂപ സാലറി ഉണ്ട് പെർ മന്ത്. ഓക്കെ, സാലറി 1,500 പെർ മന്ത് ആണ്. സോ ഇൻറ്റു
12. So it will be 18,000. ഓക്കെ, ഇതൊരാൾക്ക് മാത്രം അനിലാണ് ഡ്രോ ചെയ്യുന്നത്. 18,000 അയാൾക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, മറ്റൊരു ഇൻഫർമേഷൻ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. ഓക്കെ, 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ കേസ് ഓഫ് അനിൽ. ഓക്കെ, അനിലിൻ്റെ കേസിൽ 1,25,000 into 6%. Okay, 6%. So it will be 7,500. Okay, 7,500. In case of Sunil, 75,000 into 6/100. Okay, it will be 4,500. Okay, 4,500. ഇനി മറ്റ് എന്ത് ഇൻഫർമേഷൻ തന്നു നോക്കാം. ഓക്കെ, ഡ്രോയിങ്സ്. ഓക്കെ, ഡ്രോയിങ്സ് ഉണ്ട്. 12,000 ആൻഡ് 24,000 രണ്ടുപേരും എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ട്. ഒരാൾ 12,000 രൂപയും ഒരാൾ 24,000 രൂപയാണ്. സോ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അനിൽ 12,000 രൂപ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ 12,000 രൂപ കുറയണം. സുനിൽ 24,000 രൂപയാണ് പിൻവലിച്ചത്. ഓക്കെ, അത് നമ്മൾ എഴുതി. ദെൻ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും ചെയ്ത് കഴിഞ്ഞു. വൺ മോർ ഐറ്റം ഉണ്ട്, അത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ 36,000 ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമുക്കതിനെ വീതിക്കണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി നമുക്ക് എന്ത് ചെയ്യാം. 36,000-നെ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, 2:1-ൽ നമ്മൾ 36,000-നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ഇറ്റ് വിൽ ബി 24,000 ആൻഡ് 12,000. ദെൻ ഫൈൻഡ് ദി ടോട്ടൽ. ഓക്കെ, നമുക്കറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. സോ ടോട്ടൽ ചെയ്തു. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 91,500. ഇൻ കേസ് ഓഫ് അനിൽ ഇറ്റ് വിൽ ബി 1,74,500. സെയിം ടോട്ടൽ ഇവിടെ പ്ലേസ് ചെയ്തു. 1,74,500, 91,500. ടേക്ക് ദ ഡിഫറൻസ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ 12,000 ഡിഡക്ട് ചെയ്യുന്നു. ദിസ് വിൽ റിസൾട്ട് 1,62,500. ഓക്കെ, ദെൻ 91,500-ൽ നിന്ന് 24,000 ഡിഡക്ട് ചെയ്യുന്നു. So this will result 67,500. So this will be balance carried down. So ഇപ്പോൾ നമ്മൾ ചെയ്ത ഫോർമാറ്റ് ആസ് പെർ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ആസ് പെർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന ക്യാപിറ്റൽ എമൗണ്ടും അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഫിക്സഡ് ക്യാപിറ്റൽ പ്രകാരമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റലിലേക്ക് നോക്കാം. സോ യു ക്യാൻ സി ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. സോ ഹിയർ അണ്ടർ ദിസ് മെത്തേഡ്, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ, ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ, ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കേണ്ടതുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്ലേസ് ചെയ്യുക. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലും മറ്റൊന്ന് അഡീഷണൽ ക്യാപിറ്റലുമാണ്. സോ ഇവിടെ അഡീഷണൽ ക്യാപിറ്റലിനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ഒരു ഐറ്റം മാത്രമേ ഇതിൽ എൻ്റർ ചെയ്യാനുണ്ടാവും. ഓക്കെ, അനിൽ ആൻഡ് സുനിൽ. ഓക്കെ, അനിൽ, സുനിൽ. ഓക്കെ, സോ ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ്, ഓക്കെ, ബൈ ക്യാഷ് അവർ കൊണ്ടുവന്ന എമൗണ്ട്, ദാറ്റ് ഈസ് 1,25,000 ആൻഡ് 75,000. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്ലോസ് ചെയ്ത് തന്നെ. ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡയറക്റ്റ് ബാലൻസ് ചെയ്യാം. 1,25,000, 75,000. ഓക്കെ, 1,25,000, 75,000. ഓക്കെ, നമ്മൾ നേരെ ഈ ബാലൻസ് തന്നെ ഇവിടെ എഴുതിയിരുന്നു. 1,25,000, 75,000. ഓക്കെ, ഇവിടെ എഴുതുന്നു ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ദെൻ റെസ്റ്റ് ഓഫ് ദി ഐറ്റം, ബാക്കിയുള്ള മുഴുവൻ ഐറ്റങ്ങളെയും നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും, കറണ്ട് അക്കൗണ്ടിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. ഓക്കെ, അനിൽ, സുനിൽ. ഓക്കെ, സോ അത് നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊണ്ടുവരാൻ പാടില്ല. ക്യാപിറ്റൽ കൂടുന്നതും കുറയുന്നതുമായിട്ടുള്ള ഐറ്റങ്ങൾ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ സാലറി ഉണ്ടായിരുന്നു. ഓക്കെ, സാലറി അതായത് 1,500 ഇൻറ്റു 12, 18,000 അനിലിന് സാലറി ഉണ്ടായിരുന്നു. ഓക്കെ, അത് പ്ലേസ് ചെയ്തു. മറ്റൊരു കാര്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇറ്റ് വാസ് 7,500 ആൻഡ് 4,500. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അല്ലേ, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അത് അപ്രോപ്രിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഇറ്റ് വാസ് 24,000
and 12,000. Okay, then capital കുറയുന്ന ഐറ്റം ഉണ്ടായിരുന്നു, that is drawings. Okay, drawings it was 12,000 and 24,000. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യുന്നു, ടോട്ടൽ 49,500. ഓക്കെ, നെക്സ്റ്റ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം, 12ഉം 4ഉം 4,500ഉം 16,500, ഇവിടെ 24,000 ആണ്. സോ ഇതാണ് ഗ്രേറ്റർ സൈഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിച്ച് വേണം ബാലൻസ് ചെയ്യാൻ. ഓക്കെ, ഇത് 24,000 ആണ്. ഓക്കെ, ദെൻ ആദ്യം ഞാൻ അനിലിൻ്റെ എമൗണ്ട് ബാലൻസ് ചെയ്യുന്നു, 49,500. Take the difference. Okay, so it will result 37,500. Okay, this is balance carried down in case of Anil. But here in case of സുനിലിൻ്റെ കേസിൽ നിങ്ങൾക്ക് നോക്കാം, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്തു. ഓക്കെ, 24,000. ഓക്കെ, then take the difference. So it will be 7,500. ഓക്കെ, നമുക്കിവിടെ എന്ത് എഴുതാം, ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ കറണ്ട് അക്കൗണ്ട് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ചില അക്കൗണ്ടുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കറണ്ട് അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കേണ്ടത്. ബട്ട് ഇവിടെ നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്.